നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? അല്ല അമ്മ, ചായ കുടിക്കാൻ വന്നത്. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നിനക്ക് എന്തെങ്കിലും തിന്നാനോ കുടിക്കാനോ വേണമെങ്കിൽ അവിടെ വന്നിരിക്കണം. ആ കസേര ഉണ്ടാക്കിയിട്ടേക്കുന്ന വെറുതെ അല്ല, അവിടെ ഇരിക്കണം. അവിടെ ഇരുന്നുകൊണ്ട് പറയണം ചായ വേണം, അത് വേണമെന്ന്. പോടാ, അടുക്കളയെ കിടന്ന് കറങ്ങുന്ന. എന്താ അവനുമായിട്ട് എഴുന്നള്ളിച്ചത്? പോയിരുന്ന സ്ഥലം വല്ലതും പറഞ്ഞാ? ഞാനെന്താ പറയാൻ, ഞാനൊന്നും പറഞ്ഞില്ല. ആ ഒരക്ഷരം ഞാൻ പറയാതെ വല്ലതും നീ പറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞ അന്ന് നീ വീട്ടിൽ പോയിക്കും. ഞാനൊന്നും പറയാൻ പോകുന്നില്ലേ, എനിക്ക് എൻ്റെ ആവശ്യമില്ല. നിങ്ങളുടെ കുടുംബകാര്യത്തിൽ ഞാനെന്തിനിടപെടുന്നത്? നിങ്ങൾ എവിടെ പോയെന്നോ എന്തോ, എനിക്ക് എൻ്റെ ആവശ്യമില്ല. ചായ ഇടാൻ നോക്ക്. ചായയുടെ കൂടെ കഴിക്കാനും കൂടെ എന്തെങ്കിലും ഉണ്ടാക്ക്. നല്ല വിശപ്പ്, അലഞ്ഞ് തിരിഞ്ഞിന്ന് ഒരു പരുവായി. ഓ ഇട്ടേക്കാം, മധുരം കുറച്ച് തന്നെ ഇട്ടേക്കാം. ഇളവയ്ക്ക് കുറച്ച് പഞ്ചാരയുടെ അസുഖമുണ്ട്. കൊച്ചേ, ആ തള്ള പോയാ? ഇല്ല. എന്തി? ഉച്ചമയക്കത്തില. അപ്പൊ നിനക്കും ഇഷ്ടമല്ലേ? അതിന് എനിക്ക് അവരെ സ്നേഹിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. എന്നാ ശരിയാകത്തില്ല. നീ കുറച്ച് പണിയുണ്ട് അവിടെ. മോളെ എൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടു പോവാണ്. നിനക്കറിയാത്ത ഒത്തിരി കഥ തള്ളയെ കുറിച്ച് എനിക്കറിയാം. എന്ത് കഥ? അവരെ ഒളിച്ചോടി കെട്ടിയതാ. ഓ, അന്നൊരു കോളലൊക്കെ സൃഷ്ടിച്ചായിരുന്നു ഈ നാട്ടിൽ തന്നെ. അതേക്കെ പറഞ്ഞു തരാം. എന്നിട്ട് എൻ്റെ ഉമ്മാടെ വീട്ടിൻ്റെ അടുത്തായിരുന്നു ഇവരെ വീട്, ഈ തള്ളയുടെ കുടുംബ വീട്. അപ്പൊ കഥയൊക്കെ എനിക്കറിയാം. അതാ അവരെനിക്ക് ഒട്ടും പിടിയരാത്തത്. മോള് ബീച്ചിലൊക്കെ പോവാറുണ്ടാ? ഇല്ല. ആ, അപ്പോഴേ ഞാൻ പറഞ്ഞതാ മോളായിരിക്കത്തില്ലെന്ന്. ആര് പറഞ്ഞു? എന്തോന്ന് ഇപ്പൊ പറഞ്ഞത്? അപ്പൊ മോളായിരുന്നില്ലേ? കൂടെ ഉണ്ടായിരുന്നത്? അതിൻ്റെ ഒരു ഫ്രണ്ടാ. അതിൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഞാൻ പോയത്. ഓ, നിന്റെ കഷ്ടപ്പാടായിരിക്കും നിന്നെ ഈ ജോലിക്ക് വിട്ടത്. എന്ത് ചെയ്യാനാ, ചില ഭർത്താക്കന്മാര് ജോലിക്കും പോകത്തില്ല, കുടുംബവും നോക്കത്തില്ല. അപ്പൊ ഈ പെണ്ണുങ്ങൾ ജോലിക്ക് ഇറങ്ങേണ്ടി വരും. അവരെ ചെലവും കൂടെ ഭാര്യമാര് നോക്കണം. അതാ ഗതികേട്. കുടുംബം നോക്കാത്ത ആണുങ്ങളെ കിട്ടുന്ന പെണ്ണിന്റെ ഗതികേട് ഇതാ. കളഞ്ഞിട്ട് പോണം അവനെയൊക്കെ. അങ്ങനെ തന്നെയാ ഞാൻ കളഞ്ഞിട്ട് വന്നത്. അപ്പൊ കെട്ടിയോനില്ലേ? ധൈര്യം ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കണം. അതാണ് പെണ്ണ്. പിന്നെ മക്കളൊന്നും ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഒറ്റയ്ക്ക് ജീവിച്ചാലും ഒരു കുഴപ്പമില്ല. ഒരു മോനുണ്ട്, 5 വയസ്സ്. അപ്പൊ ഒഴിഞ്ഞു. അപ്പൊ അന്ന് അവിടെ ബീച്ചിലുണ്ടായിരുന്ന ആരാ? അതിൻ്റെ ഒരു ഫ്രണ്ടാ. അതിൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഞാൻ പോയത്. ആ, ഫ്രണ്ടാ. അപ്പൊ ഈ വീട്ടിലെ മോൻ എങ്ങനെയാ മോളെ ഫ്രണ്ടായത്? മുമ്പേ തുടങ്ങിയ
അതാ ഇപ്പഴാ. താത്ത ഇതാരോട് പറയരുത്. എനിക്ക് ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞാലേ പലരോടും പറയണം. അതാണ് ഒരു ശീലം. അല്ലെങ്കിൽ നെഞ്ചത്തിങ്ങനെ ഇരുന്ന് വിങ്ങും വിങ്ങും. പ്ലീസ് ഇതാരോടും പറയരുത്. പറയാതിരിക്കാം. എനിക്കെന്താ തരും മോള്? അത് എൻ്റെ കയ്യിൽ എന്താ ഉണ്ട് തരാൻ? എൻ്റെ കയ്യിൽ ഒന്നുമില്ലാത്ത കുഴപ്പമില്ല, ഞാൻ ആരോടും പറയത്തില്ല. മോളൊരു 5000 രൂപ താത്താക്ക് എടുത്ത് വെച്ചേരാം. ഞാൻ ഇപ്പം വരാം. കുടുംബശ്രീ പോയിട്ട് വരുമ്പോൾ വാങ്ങിച്ചോളാം. 5000 രൂപ? ഈ വീട്ടു ജോലിക്ക് വരുന്ന എൻ്റെ കയ്യിൽ 5000 രൂപ എവിടുന്നാ? നിൻ്റെ കയ്യിലില്ലെങ്കിൽ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി. മോക്കൊപ്പിക്കാനാണ് ആ പാട്. അതൊന്നും എനിക്ക് കിട്ടത്തില്ല. അല്ലെങ്കിൽ ഉണ്ടല്ലേ എൻ്റെ നെഞ്ചത്ത് ഇങ്ങനെ ഇരുന്നിങ്ങനെ വിങ്ങി 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 അതങ്ങ് പൊട്ടിപ്പോവും. ഞാൻ അയൽക്കൂട്ടത്തിലാ പോകുന്നത്. താത്ത വിചാരിക്കുന്ന കണക്കല്ല. ഒരു 5000 രൂപ വാങ്ങി വെച്ചേരാ, ഞാൻ പിന്നെ വരാം. താത്ത പോവല്ലേ, ഒന്ന് നിക്ക്, ഞാൻ ഒന്ന് പറയട്ടെ. ഇപ്പൊ സമയമില്ല. പോന്നു പോന്നു പോന്നു. വല്ലാത്ത തൊല്ലയല്ലോ. 5000 രൂപയ്ക്ക് ഞാൻ എവിടെ പോകും? സുലോചന പറഞ്ഞത് വെച്ചൊന്ന് ഇട്ടു നോക്കിയതാ. അപ്പൊ വന്ന് പെണ്ണ് ചാടിത്തന്ന്. ഈ പെണ്ണിനെ വെച്ച് ഞാൻ ഒരു കളി കളിക്കും. എൻ്റെ കൈക്ക് തന്നെ വന്ന് ചാടിത്തന്നത്. എന്തായാലും കൊള്ളാം. ഇനി ഞാൻ ആരായി? ഇവരെ ഞാൻ എങ്ങനെ ഒതുക്കും? കാക്ക ഒന്ന് നിൽക്കി, ഞാൻ കാണാൻ വേണ്ടി കാത്തിരിക്കുവായിരുന്നു. എനിക്കൊരു 5000 രൂപ തരുമോ? 5000 രൂപയെ എന്തിന്? നിനക്ക് തരാനുള്ള ശമ്പളം തന്ന അഡീഷണൽ ആയിട്ട് 3 മാസത്തെ ശമ്പളം നിനക്ക് ഞാൻ തന്നിട്ടുണ്ട്. ഇതെനിക്ക് ഒരാൾക്ക് കൊടുക്കാനാണ്. കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാവും. അതുകൊണ്ടാ ഒരു 5000 രൂപ താ. ഇത് എൻ്റെ കടമായിട്ട് കൂട്ടരുത്, എനിക്ക് വേണ്ടി തരണം. എന്റെ പൈസ ഇല്ല, ഞാൻ തരുത്തുമില്ല. തന്നില്ലെങ്കിൽ എന്നെക്കാളും കൂടുതൽ ബാധിക്കുന്ന ഈ കാക്കയുടെ ജീവിതത്തിലാണ്. അതല്ല, ജമീലാത്തുണ്ടല്ലോ, അപ്പോൾ നിങ്ങളെ വീടിൻ്റെ 3-4 വീടിനപ്പുറത്തുള്ള അവര് നമ്മൾ അന്ന് ബീച്ചിൽ വെച്ച് കണ്ടെന്ന് അവര് പറഞ്ഞ് അവർക്ക് 5000 രൂപ കൊടുത്തില്ലെങ്കിൽ അവർ ഇവിടെ റംസീത്താടുത്തും ഉമ്മാടുത്തും പറയുന്നു. അല്ലേ? പ്ലീസ്. അല്ല സത്യമായിട്ടല്ല. കൈവിടെ. അയ്യോ, ആ സ്ത്രീ കണ്ടെന്ന് പറഞ്ഞ് എൻ്റെ ഇപ്പം വന്ന് പറഞ്ഞിട്ട് 5000 രൂപ കൊടുത്തില്ലെങ്കിൽ ഉമ്മാടുത്ത് റംസീടുത്തും പറയുന്നു. പറയട്ടെ, അവരെല്ലാം അറിയട്ടെ. എനിക്ക് പ്രശ്നമില്ല. പിന്നെ നിനക്ക് എന്താ പ്രശ്നം? റംസീത്ത് കളഞ്ഞിട്ട് പോവും. അത് ഞാൻ നോക്കിക്കോ. ചെറിയൊരവസ്ഥ എനിക്ക് പറ്റി, നിന്റെ കൂടെ ഞാൻ വന്നത്. അതെങ്ങനെ എൻ്റെ കുടുംബത്തെ പറഞ്ഞ് ബോധിപ്പിക്കണമെന്ന് എനിക്കറിയാം. റംസീത്ത് കളഞ്ഞിട്ട് പോവും. ഞാൻ ഫോട്ടോ കാണിക്കും. അവരല്ലെങ്കിൽ നാട് മുഴുക്ക പറയും. എല്ലാരും അറിയട്ടെ. എന്നാലും നിന്റെ ശല്യം എനിക്കൊന്ന് കുറഞ്ഞു കിട്ടുമല്ലേ? കാക്ക കൊക്കിന് വെച്ചത് ചൊക്കിനുണ്ട്. ഈ കിളയൊന്ന് വയ്ക്കുമ്പോൾ 5000 രൂപ ഞാൻ ഇവിടുന്ന് കൊടുക്കും. എന്താടാ അതില്ലാത്തൊരു കെട്ടിപ്പിടുത്തമൊക്കെ? എന്ത് പറ്റി? എന്താ ഉമ്മ, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ ഉമ്മ എന്നോട് ക്ഷമിക്കുമോ? ഉമ്മമാരല്ലേടാ മക്കളോട് ക്ഷമിക്കുന്നത്. പോട്ടെ, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിലും എല്ലാം ഉമ്മ ക്ഷമിച്ചേക്കുന്നു. എന്താ നിന്റെ വിഷമം? എന്താ? എനിക്ക് റംസിയെ ചികിത്സിക്കണം. അതിന് ചികിത്സിച്ച അസുഖം മാറൂടാ.
ഒരു ചികിത്സ ഉണ്ട്, അതിന് കുറച്ച് പൈസ വേണം. അത്രയും പൈസയൊക്കെ ചെലവാക്കി ചികിത്സിച്ചാൽ മാറുമോടാ? പെണ്ണ് നടക്കുവോ? നടക്കും. അതും കൂടെ ഒന്ന് പരീക്ഷിക്കാമോ? അതിനിപ്പോൾ പൈസ എന്ന് പറയാൻ എന്താ ചെയ്യും പൈസക്ക്? നീ ഒരു കാര്യം ചെയ്, എൻ്റെ കൈ സ്വർണ്ണമായിട്ടുണ്ട്, നീ അത് കൊണ്ടുപോയി അല്ലെങ്കിൽ എന്നാന്ന് വെച്ചാൽ ചെയ്ത് നാ, ഇത് മതിയാവോ? ഇതേ ഉള്ളു ഉമ്മയുടെ കയ്യിൽ. അത് വേണ്ട അമ്മ, ഉമ്മയുടെ കഴുത്തിൽ കിടക്കുന്നത് വേണ്ട. ഇത് വേണ്ട അമ്മ, എന്തായാലും അത് ഉമ്മ വെച്ച് കഴുത്തിലിട്ടേരാ. മോൻ ഇത് ചെയ്യ്, ഒരു കാര്യം ചെയ്. നിനക്ക് അവള് മതിയെന്നും പിന്നെ ഞാനും ആ പെണ്ണിൻ്റെ വീട്ടിലാടാ ഇന്നലെ പോയത്. നിന്നോട് ഞാൻ പറയണമെന്ന് വെച്ചതാ. ആ പെണ്ണിൻ്റെ വീട്ടിൽ പോയി ആ പെണ്ണ് അവരാരും ഏറ്റെടുക്കത്തില്ല. അവർക്ക് ആങ്ങളമാർക്കൊക്കെ ഒരു ബാധ്യതയാവുന്നു. ഉമ്മ ഇന്നലെ പോയി അവരോടൊക്കെ സംസാരിച്ച്, അപ്പോൾ അവരാരും ചികിത്സിക്കത്തില്ലെന്ന്. ആ പെണ്ണിനെ എല്ലാവരും തഴഞ്ഞ രീതിയാണ്. ഉമ്മ ഒരു കാര്യം ചെയ്യും, ഉമ്മ വേറെ എന്തെങ്കിലും പൈസ എവിടെന്നെങ്കിലും മറിക്കാൻ പറ്റുമെങ്കിൽ ഉമ്മയുടെ കുറച്ചുകൂടെ സ്വർണവും കൂടെ ഉണ്ട്, അതുകൂടെ എടുക്കട്ടെ. എന്നിട്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യടാ. നീ വിഷമിക്കണ്ട, നിൻ്റെ വിഷമം മൊത്തം അതാന്ന് എനിക്കറിയാം. പിന്നെ മോൻ വേറെ എന്തൊക്കെയോ കാര്യത്തിൽ ഉമ്മയ്ക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ടോ അവനെ. നീ വിഷമിക്കണ്ട, നമുക്കതിന് എന്തെങ്കിലും ഒരു പരിഹാരം കാണാം. ഉമ്മ ഉണ്ട് നിൻ്റെ കൂടെ, നീ വിഷമിക്കണ്ട. നീ ഇതെന്താന്ന് വെച്ചാൽ കൊണ്ടുപോയി ചെയ്തിട്ട് ആശുപത്രി കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ നോക്കേ. ഉമ്മ ഇനി ഒന്നും എൻ്റെ മോനെ പറഞ്ഞ് വിഷമിപ്പിക്കത്തില്ല. മക്കളൊരു കാര്യം ചെയ്യും, എല്ലാത്തിനും ഉമ്മ ഉണ്ട്, ഉമ്മ കൂടെ ഉണ്ട്. ഉമ്മ വിഷമിക്കണ്ടേ. ഉമ്മയ്ക്കിപ്പം നിന്നെ നല്ലതുപോലെ മനസ്സിലായി. എൻ്റെ മക്കൾ പോയി എന്താന്ന് വെച്ചാൽ ചെയ്തിട്ട് ബാക്കി ഉമ്മ എവിടുന്നെങ്കിലുമൊക്കെ പൈസ മറിച്ച് തരാം. മക്കൾ ചെല്ല് വല്ലതും കഴിച്ചായിരുന്നാ? ചെല്ല്, ഉമ്മ കഴിക്കാനോ ചായ എന്തെങ്കിലും ഉണ്ടാക്കി തരാം. ഉമ്മ പിന്നെ കുറേ കാര്യങ്ങളും കൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്, അതിനൊക്കെയുള്ള പരിഹാരം ഉമ്മ കാണാം. നീ ഒന്നും കൊണ്ടും വിഷമിക്കണ്ട, നിൻ്റെ കൂടെ ഉമ്മ ഉണ്ട്. ചെല്ല്.